ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് സ്റ്റാൻലി ഫാമാണ്. കിഡർമിനിസ്റ്ററിൽ ഒരു ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഇങ്ങടേക്ക് നമുക്ക് ഒരു ഡ്രൈവ് ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, സ്റ്റാൻലി ഫാം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഹാൻഡ് പിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ജസ്റ്റ് ഫാമിൻ്റെ ആംബിയൻസ് ഒന്ന് കണ്ടിട്ട് പോവാം, എന്നിട്ട് ബാക്കി നമുക്ക് വ്ളോഗായിട്ട് കാണാം. ഓക്കെ, ബൈ. ഇതാണ് ഫാം. അപ്പം നമുക്കിവിടെ നിന്ന് നമുക്ക് ഈ ഒരു ബാഗ് നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബാസ്ക്കറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ബാസ്ക്കറ്റ്സ് എടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള ബെറീസും കാര്യങ്ങളെല്ലാം പിക്ക് ചെയ്യുക. പിന്നെ വെജിറ്റബിൾസും നമുക്ക് പിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ഞങ്ങൾ വേറൊരു കാട്ട് അവിടെ കണ്ട് നൈസായിട്ട് ഞങ്ങളത് പോയി എടുക്കാം, വലുത് കണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ 2 സാധനം എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ ഫാമിലേക്ക് പോകുന്നു. എന്നാ പിടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ പിക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത് മൊത്തം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങോട്ട് പോവാം. ഷിഞ്ചു, അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എന്താ പിക്ക് ചെയ്യണമെന്ന് അറിയില്ല, എന്തായാലും അവിടെ പോയി നോക്കാം. ഇത് ഏതൊരു ബെറിയാ ഇത്? ഒന്നുമില്ല, അതെല്ലാം പറിച്ചിട്ട് വേണം. അപ്പോൾ ഇതാണ് സ്ട്രോബെറീസ്, കണ്ടില്ലേ? ഈ സ്ട്രോബെറീസ്, ഇത് മൊത്തം കാണുന്നത് സ്ട്രോബെറീസ് ആണ് ഈ കാണുന്നത്. പുള്ളിയല്ലേ കൊച്ചേ? അപ്പോൾ ഇതാണ് സ്ട്രോബെറി. അപ്പോൾ ഈ കാണുന്ന മൊത്തം സ്ട്രോബെറീസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സീസൺ അല്ല എന്നാണ് അവർ പറഞ്ഞത്, കാരണം എല്ലാവരും പറിച്ചുകൊണ്ട് പോയി. അപ്പോൾ സീസൺ ആവാൻ വേണ്ടി അവർ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. കൊള്ളാം. നല്ല മധുരമുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല മധുരമുണ്ട് സാധനത്തിന്, നല്ല ടേസ്റ്റുമാണ്, ഒരു രക്ഷയില്ല.
എൻ്റെ പൊന്നോ നല്ല പഴുത്തത് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പഴുത്ത സാധനം എനിക്ക് കിട്ടി. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നോ അപാര ടേസ്റ്റ്. സ്ട്രോബെറിയുടെ ടേസ്റ്റ് അറിയണമെങ്കിൽ ആ ചെടിയിൽ തന്നെ പറിച്ചു കഴിക്കണം. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. അവളെവിടെ പറിച്ചോണ്ടിരിക്കുക. അയ്യോ, ഇനി നമുക്ക് അത്യാവശ്യം സ്ട്രോബെറി നടക്കുമ്പോൾ കഴിക്കാനുള്ളതായി. ഇഷ്ടപ്പെട്ട? ഓക്കെ, ഇത് ബ്ലാക്ക് കറണ്ട് ആണ്. ഇത് ബ്ലാക്ക് കറണ്ട്. ഇവിടെ ബ്ലാക്ക് കറണ്ട് കിട്ടും. പക്ഷെ ബ്ലാക്ക് കറണ്ട് ഇപ്പോൾ പിക്കിങ്ങിന് ഇവിടെ ഒന്നും കാണുന്നില്ല. ബ്ലാക്ക് കറണ്ട് എന്ന് പറയുന്ന ഒരു ബെറിയാണ്. ബെറി നല്ല ടേസ്റ്റാണ്. അത് അതിൻ്റെ ജ്യൂസ് ഞാൻ കുടിക്കാറുണ്ട്. കുറച്ച് സ്കോഷിൽ പോലെ കലക്കി കുടിക്കാറുണ്ട്. പക്ഷെ അത് കാണാനില്ല, എല്ലാം ഉണങ്ങിപ്പോയിരിക്കുന്നു. മേ ബി അത് ഇവിടെ ഒരെണ്ണം കിട്ടി. ഒരു ബ്ലാക്ക് കറണ്ട് കിട്ടി. ഇതാണ് ബ്ലാക്ക് കറണ്ട്. വിചാരിച്ച പോലെ ടേസ്റ്റ് ഇല്ല. ഒരു വൃത്തിയായിട്ട ടേസ്റ്റ്. ഈ സാധനത്തിനൊക്കെ ഇപ്പൊ നാട്ടിൽ കാണാനില്ല. ഇത് കണ്ട, ലേഡി ബേർഡ് പോയി. വാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബെറീസിന്റെ ഇതിൽ വന്നപ്പോ ഒരു റാസ്ബെറി കിട്ടി. ബ്ലാക്ക് കറണ്ട് എവിടെ? ബ്ലാക്ക് കറണ്ട്. പക്ഷെ അത് ഉണങ്ങിയിരിക്കുക. ഇതാണ് റാസ്ബെറി. സ്ട്രോബെറി തിന്നെ വയറ് നിറഞ്ഞു. സ്ട്രോബെറി നിന്ന് വയറ് നിറച്ചോള്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടിക്കറ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഫാമിൽ കയറുക, നമ്മൾ ആവശ്യത്തിനുള്ളത് പറിക്കുക, എന്നിട്ട് നേരെ ഇത് ചെന്നിട്ട് അവിടെ പോവുക, ഇതിന്റെ ബില്ലിംഗ് സെക്ഷനിൽ പോവുക, ബില്ലടിക്കുക, പോരുക. ഇതാണ് ബ്ലാക്ക് കറണ്ട് ഗൈസ്. കണ്ടോ, ഇതാണ് ബ്ലാക്ക് കറണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് കഴിച്ചു നോക്കിക്കേ. മതി അധികം പറിക്കണ്ട ബ്ലാക്ക് കറണ്ട്. അത് കഴിക്കണ്ട, അത് കഴിക്കാൻ പറ്റില്ല. എന്നാ കഴിച്ചു ഒരെണ്ണം കഴിച്ചു നോക്കിട്ട് പറിച്ചാ പോരെ ഷിഞ്ചു? ആവശ്യത്തിൽ തിന്നിട്ട് പോ. അന്ന് ഒരെണ്ണം കഴിച്ചു നോക്കിക്കേ. എന്താ ഇഷ്ടപ്പെട്ട? പഴങ്കഞ്ഞി പോലെ ഇരിക്കണം. അതുകൊണ്ടല്ലേ ഞാൻ കഴിച്ചിട്ട് തുപ്പിക്കളഞ്ഞു. ബ്ലാക്ക് കറണ്ടിന്റെ ജ്യൂസ് ഞാൻ കുടിക്കാറുള്ളല്ലേ. ഐസ്ക്രീം വാ, നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം പറിക്കാനായിട്ട്. അതാ പറഞ്ഞത്, നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് പറിക്കുക, അല്ലാണ്ട് നമ്മള് പറിച്ച് വേസ്റ്റ് ചെയ്യരുത്. കാർട്ട് കൊണ്ടുവന്നു, പക്ഷെ ആ കാർട്ട് ഇവിടെ വെച്ച് മറന്നുപോയി. അപ്പൊ അതൊന്നും എടുക്കാനായിട്ട് തിരിച്ച് ഞാൻ ഇറങ്ങി വന്നു. പിന്നെ ഇവിടെ ക്ലൈമറ്റ് അത്യാവശ്യം നമുക്ക് തണുപ്പില്ല, നല്ല ക്ലൗഡിയാണ് ക്ലൈമറ്റ്. ഇപ്പൊ ഇതാണ് കാർട്ട്.
അപ്പോൾ ഇപ്പോൾ ക്ലൗഡി ആയിട്ടിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാം ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ട് നമുക്ക് പറിക്കാനുള്ള സാധനങ്ങൾ പറിക്കുക, അല്ലാണ്ട് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ പറിച്ച് കൊണ്ടുപോകണല്ല. ഇവിടെ ഉണ്ട് വളരെ സ്ട്രോബെറി. പഞ്ചസാര കലക്കി കുടിക്കണ പോലത്തെ മധുരം. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഇത്രയും ടേസ്റ്റ് സ്ട്രോബെറിക്ക് ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതാണ് റാസ്ബെറി. ഇതാണ് റാസ്ബെറിയുടെ മരം അല്ല ചെടി. ഇപ്പൊ ഇവിടെ ഇപ്പോ കുഞ്ഞ് റാസ്ബെറിയാണ്. സ്ട്രോബെറിയാ ഇത്? സ്ട്രോബെറിയാ? റാസ്ബെറിയുടെ ടേസ്റ്റ് നോക്കട്ടെ. കഴിച്ചു നോക്ക്. എന്നാ കഴിച്ചു നോക്കിയത്. കഴിച്ചു നോക്കടി. എന്താണ് കഴിക്കാത്ത? കഴുകാത്ത പിന്നെ ഇത് ഇവിടെ നിന്ന് പറിക്കണല്ലേ. വേറൊരു ടേസ്റ്റ് റാസ്ബെറിക്ക്. നമ്മുടെ ചാമ്പക്ക കഴിക്കണം. ചാമ്പക്കല്ലേ, ഒരു ചാമ്പക്കയുടെ ഒരു ടേസ്റ്റ് ഒക്കെ. ചാമ്പക്കയുടെ ഒക്കെ ഒരു ടേസ്റ്റ്. അപ്പൊ ഇതാണ് ക്യാരറ്റ്. എവിടെ? ഒയ്യോ, പറിക്കാൻ പറ്റാത്തതാണ് ഇങ്ങനെ വെച്ചേക്കണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ക്യാരറ്റ്. യൂസ് ദ ഫോക്സ്. അപ്പൊ ഈ ഫോക്ക് ഉപയോഗിച്ചാണ് ക്യാരറ്റ് പൊക്കിയെടുക്കേണ്ടത്. എവിടെ നിന്ന് എടുക്കാൻ പോണേ? ചവിട്ട്. ഇതെവിടെ അതവിടെ കൊണ്ടുവച്ചിട്ടോ. അത് പച്ച സ്ഥലത്ത് വെക്കും. അത്ര മതി ക്യാരറ്റ്. അപ്പൊ ക്യാരറ്റ് ഞങ്ങൾ പറിച്ചെടുത്തു. നിന്റെ സ്പെക്സ് പൂരിപ്പോ ഇങ്ങോട്ട് നോക്ക്, ഞാൻ വെച്ചു തരാം. അപ്പൊ ക്യാരറ്റ് ഞങ്ങൾ പറിച്ചു, ഫ്രഷ് ആയിട്ട് പറിച്ചിട്ടുണ്ട്. ഇതെന്ത് രസമാണല്ലോ ഇങ്ങനെയൊക്കെ. ഒരു രസമാണ്. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഫാമിലി എല്ലാവരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫാമിൽ വന്ന് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടൊരു പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ സ്റ്റാൻലി ഫാം എന്ന് പറയുമ്പോൾ. ക്യാരറ്റ് ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു. ആ ക്യാരറ്റ് ഒരു നല്ലൊരു മൽപ്പിടുത്തത്തിലൂടെ ക്യാരറ്റ് ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. കണ്ട, ഇത്രയും പൊങ്ങിയിട്ടുണ്ട് ക്യാരറ്റ്. ഇത്ര എടുത്തുള്ളൂ, കാരണം ഞങ്ങൾക്ക് ഇത്ര ആവശ്യമുള്ളൂ. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളു. അവിടെ നമുക്ക് വരാം, സ്ട്രോബെറിയിലേക്ക് വരാവാ. കാരണം ഞങ്ങൾ 2 പേരേ ഉള്ളു. പിന്നെ അവിടെ അത്യാവശ്യം വീട്ടിൽ ക്യാരറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിനേലും എന്തിനാണ് വെറുതെ കൂടുതൽ. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതി മാത്രമാണ് വന്ന് ഈ ഒരു എത്ര ക്യാരറ്റ് 5 ക്യാരറ്റ് ഞങ്ങൾ എടുത്തത്.